ഗുഡ് മോർണിംഗ് ഫാമിലി. ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം രാവിലെ എണീക്കാനുള്ള മടിയാണ്. ബെഡിൽ നിന്നൊന്ന് പൊങ്ങിക്കിട്ടിയാൽ പിന്നെ ട്രാക്കിലായിക്കോളും. ഈ ബെഡും ബ്ലാങ്കറ്റും ഒക്കെ അതിൻ്റേതായ സ്ഥലത്ത് നീറ്റായിട്ടിരിക്കുന്ന കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ്. കുറച്ചേറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം നടക്കാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. വേറൊന്നും കൊണ്ടല്ല, 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിലും 33 ഡിഗ്രിയാണ് ചൂട്. ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് 49 ഡിഗ്രി ഫീൽ ചെയ്യും. നടക്കാൻ അങ്ങനെ ഒരുപാട് ദൂരേക്കൊന്നും പോകുന്നില്ല. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇഷ്ടം പോലെ ബിൽഡിങ്സ് ഉണ്ട്. അതിന് ചുറ്റും വട്ടത്തിൽ നടക്കും. ഒരു 5-6 റൗണ്ട് ആയി കഴിയുമ്പോൾ അത്യാവശ്യം ഡിസ്റ്റൻസ് കവറാകും. കുറച്ച് നല്ല പാട്ടൊക്കെ കേട്ട് ഈ ബിൽഡിങ്സിൻ്റെയും അവിടെ ഇവിടെയുള്ള മരങ്ങളുടെയൊക്കെ ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാം. രാവിലത്തെ എൻ്റെ ഫേവറേറ്റ് വ്യൂ ഇതാണ്. ആ മരങ്ങളുടെ ഇടയിൽ നിന്ന് സൂര്യൻ ഒളിഞ്ഞു നോക്കുന്നത്. അത് കാണുന്നത് തന്നെ ഒരു വൈബാണ്. പിന്നെ ഇത് എന്നുള്ളൊരു പരിപാടിയല്ല കേട്ടോ, തോന്നുമ്പോഴേ ഉള്ളൂ. ഇന്നിറങ്ങിയതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഒരു ചിന്ന ഷോപ്പിംഗ്. ഇപ്പോഴത്തെ ചൂട് തന്നെ സഹിക്കാൻ വയ്യ. കുറച്ചുകൂടെ കഴിഞ്ഞ് സാധനം വാങ്ങാൻ ഇറങ്ങിയാൽ കരിഞ്ഞു പോകും. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ 24 hours ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടുന്ന് സാധനങ്ങൾ വാങ്ങി പെട്ടെന്ന് വീട്ടിൽ കയറി. റെസ്റ്റ് ടൈം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കോഫി കുടിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ദോശയും സാമ്പാറും ടൊമാറ്റോ ചട്നിയുമായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഉണ്ടാക്കുന്ന ദോശകൾക്കൊക്കെ പല ഷേപ്പും പല സൈസുമാണ്. ഒരിക്കലും കറക്റ്റ് ആവാറില്ല. പിന്നെ കുറച്ച് ആലോചനകളായിരുന്നു. എൻ്റെ മൈൻഡ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതും ഇങ്ങനെ നടന്നുകൊണ്ടാണ്. എന്തൊരു ചൂടാ. ഒരു ഓറിയോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. പാല്, ഓറിയോ ബിസ്ക്കറ്റ്സ് ആൻഡ് വാനില ഐസ്ക്രീം, ഇത് 3 മതി. ആദ്യം പാലൊഴിച്ചു, പിന്നെ ബിസ്ക്കറ്റ് മുറിച്ചിട്ടു, ലാസ്റ്റ് ഐസ്ക്രീം ഇട്ടു. 3 കൂടെ ബ്ലെൻഡ് ചെയ്താൽ ഓറിയോ മിൽക്ക് ഷേക്ക് റെഡി. ബോട്ടിലിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല സെറ്റായി കിട്ടും. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രിസൺ ബ്രേക്ക് കാണാം. ഒരു സീരീസ് കാണാൻ തുടങ്ങിയാൽ പിന്നെ അത് തീർക്കുന്നവരെ എനിക്കൊരു മനസ്സമാധാനവും ഇല്ല. ഒരുതരം അഡിക്ഷനാണ്. രാത്രിയും പകലും എല്ലാം ഇരുന്ന് കാണും. പുതിയതായിട്ട് വരുന്ന സീരീസ് ഞാൻ ഓപ്റ്റ് ചെയ്യാറില്ല. ഓൾറെഡി കംപ്ലീറ്റഡ് ആയതേ എടുക്കാറുള്ളൂ. അതാവുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ പരിപാടി കഴിയും. ഓരോ എപ്പിസോഡിന് വേണ്ടിയും അടുത്ത സീസണിന് വേണ്ടിയും ഒക്കെ നോക്കിയിരിക്കുന്ന പരിപാടി എനിക്കെന്തോ ഇഷ്ടമല്ല. ഇനി ലഞ്ച് സെറ്റ് ചെയ്യണം. വലിയ കോംപ്ലിക്കേറ്റഡ് കുക്കിംഗ് ഒന്നുമില്ല. ഇന്നലത്തെ ബീഫ് കറി ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. ചപ്പാത്തി ഇരിപ്പുണ്ട്. പാനിൽ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചു. സവാളയും ഉപ്പും ഇട്ട് വഴറ്റി. കറിക്ക് കുറവുണ്ടെന്ന് തോന്നിയതൊക്കെ ആഡ് ചെയ്തു. ഇത്രയും ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ബീഫും ഗ്രേവിയും തട്ടാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വഴറ്റിയെടുത്തു. തട്ടിക്കൂട്ട് ബീഫ് റോസ്റ്റ് റെഡി. അപ്പോൾ ലഞ്ചിന് ചപ്പാത്തിയും ബീഫ് റോസ്റ്റും. വീണ്ടും പ്രിസൺ ബ്രേക്ക് എടുത്തു. ഇപ്പോൾ സീസൺ 2 ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ലാഗാ. അതുകൊണ്ട് കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇനി എത്ര ദിവസം എടുക്കും എന്തോ ഇത് തീരാൻ. ഈവനിങ് ആയപ്പോൾ ഒരു കട്ടൻ കുടിച്ചു. ഡെയിലി അങ്ങനെ ശീലമായിട്ടൊന്നുമില്ല, തോന്നിയാൽ കുടിക്കും, അത്രേ ഉള്ളൂ. ഇന്നെന്തായാലും തോന്നി. ഡിന്നർ കഴിക്കാൻ വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. സ്റ്റിൽ കഴിക്കാതെ കിടക്കണ്ടല്ലോ എന്നോർത്ത് ബ്രെഡ് ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത് കഴിച്ചു. ലാസ്റ്റ് പരിപാടി ഓഫ് ദി ഡേ അതിതാണ്, തുണി വിരിക്കൽ. ഇതോടെ കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കിടക്കാം. ഇപ്പോഴത്തെ എൻ്റെ ഒരു നോർമൽ ഡേ ഇങ്ങനെയൊക്കെയാണ്. പുറത്തൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങൾ. വർക്കിൽ നിന്ന് ബ്രേക്ക് എടുത്തിരിക്കുന്നത് കൊണ്ട് ഹറിബറി ഒന്നുമില്ലാതെ കാമായിട്ട് പോകുന്നു. നിങ്ങൾക്ക് എൻ്റെ കോണ്ടൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ യുവർ സപ്പോർട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ.